നമുക്ക് ഉമേഷിലേക്ക് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞു ഉമേഷ് ഇപ്പോൾ നമ്മുടെ സന്നിധാനത്തെ PCR ഉള്ളത്. അതുകൊണ്ട് ഉമേഷിൻ്റെ മുഖം ഇവിടെ കാണിക്കുമോ എന്നറിയില്ല. എങ്കിലും ഉമേഷ് ആ PCR നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആ പരിസരത്ത് ആകെ കാണാൻ കഴിയുന്നത് എന്താണ്? നമ്മൾ ഈ പരിസര പ്രദേശങ്ങളിലുള്ള മുഴുവൻ വിവരങ്ങളും സമാഹരിച്ചു കഴിഞ്ഞു. ഇനി സന്നിധാനത്തെ കാഴ്ചകളാണ്. അഖിൽ നേരത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഉമേഷ് കാണുന്നത് എന്ത്? ടീം ജനം അതിന് സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ അഖിലുമൊപ്പം മനോജുമൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ഓരോ ഇടങ്ങളിലും എത്തുന്ന തീർത്ഥാടകരെ അവരുടെ അനുഭവങ്ങളെ സന്നിധാനത്തിൻ്റെ ഓരോ കാഴ്ചകളും എത്തിക്കാൻ ടീം ജനം ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. PCR നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത് സന്നിധാനത്തിൻ്റെ വിവിധ ഇടങ്ങളുടെ ദൃശ്യങ്ങളാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, ഏതാണ്ട് 2-3 ദിവസങ്ങൾക്ക് മുൻപ് മുതൽ സന്നിധാനത്തേക്ക് എത്തിയ തീർത്ഥാടകരൊക്കെ പലയിടങ്ങളിലും അങ്ങനെ കാത്തിരിക്കുകയാണ്. ഈ തിരുവാഭരണ പേടകങ്ങൾ സന്നിധാനത്തേക്കൊന്ന് കടന്നു വരുന്നത് കാണാനൊപ്പം അങ്ങ് കിഴക്കൻ ചക്രവാളത്തിൽ അങ്ങ് പൊന്നമ്പലമേട്ടിൽ ഉയരുന്ന ആ ദിവ്യജ്യോതി ഒന്ന് കാണുവാനായി എവിടെയൊക്കെ കാണാൻ സാധിക്കുമോ അവിടെയൊക്കെ ആളുകളെ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞ പല ഇടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് എനിക്കിപ്പോൾ എൻ്റെ മുമ്പിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. 18-ാം പടിക്ക് താഴെ നമ്മുടെ അരുൺ കൊടുങ്കൂരുണ്ടൊപ്പം സന്നിധാനത്തെ 18-ാം പടിക്ക് മുകളിൽ കൊടുമരച്ചൂട്ടിൽ അഖിൽ പാലോട്ടുമടമുണ്ട്, ശരംകുത്തിയിൽ നിന്ന് മനോജുണ്ട്, പമ്പയിൽ കിരണുണ്ട്. അങ്ങനെ എല്ലാ ഇടങ്ങളിലും എവിടെയൊക്കെയാണോ തീർത്ഥാടകർ എത്തുന്നത് അവിടെയെല്ലാം നമ്മുടെ പ്രതിനിധികൾ വിവരങ്ങളുമായി ദൃശ്യങ്ങളുമായി അവിടുത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ തയ്യാറാണ്. അതിൻ്റെ മനോഹരമായൊരു ദൃശ്യമാണ് എനിക്കിപ്പോൾ PCR നിന്ന് കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷെങ്കിൽ അങ്ങ് പൊന്നമ്പലമേട് വരെ നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. പൊന്നമ്പലമേടിൽ ആ ദിവ്യജ്യോതി തെളിയുന്ന പൊന്നമ്പലമേട് നമ്മുടെ ക്യാമറയ്ക്ക് മുൻപിൽ ഇപ്പോൾ അനാവൃതമായിട്ടുണ്ട്. അങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളുമായി ടീം ജനം സന്നിധാനത്ത് തയ്യാറായിട്ടുണ്ട്. ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ, ഹൈക്കോടതി ഏർപ്പെടുത്തിയിരിക്കുന്ന ചില നിയന്ത്രണങ്ങൾ, അത് മാധ്യമങ്ങളുടെ ചിത്രീകരണത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കുമോ? അൽനമ്പ്യാർ, ചില മാധ്യമങ്ങളുടെ ചില ഇടപെടലുകളാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് ഹൈക്കോടതിയെയും സ്പെഷ്യൽ കമ്മീഷണറെയും ഒക്കെ എത്തിച്ചതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. സന്നിധാനം അത് ശബരിമല ക്ഷേത്രത്തിൽ ഒരു ഇടമാണ്. തീർച്ചയായും ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ചില ചാനലുകാർ അവിടെ ഹെലിക്യാം പറത്താനുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. എന്നാൽ പോലീസും സുരക്ഷാ സേനയും ഒക്കെ ഇടപെട്ട് അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുകയും നിയമ നടപടികളിലേക്ക് കടക്കുന്നുണ്ട് എന്നുമാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അതോടുകൂടിയാണ് ഇത്തരം നടപടികളിൽ കുറച്ചുകൂടി കടുത്ത നിലപാട് കോടതിയും സ്പെഷ്യൽ കമ്മീഷണറും ഒക്കെ സ്വീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. അത്തരം ഇടപെടലുകൾ അത് മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു തന്നെ ഉണ്ടായ ചില അസ്വാഭാവികമായ നീക്കമാണ്. നേരത്തെ പറഞ്ഞ പോലെ ശബരിമല സന്നിധാനം എന്നത് അതീവ സുരക്ഷാ പ്രാധാന്യമാണ്. കേന്ദ്ര ഏജൻസികളുടെയും ഒപ്പം സംസ്ഥാന ഏജൻസികളുടെയും ഒക്കെ നിരീക്ഷണത്തിൽ തുടരുന്ന അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ഒരു ഇടമാണ്. മാത്രമല്ല പെരിയാർ ടൈഗർ റിസർവ് പോലെ അതീവ പ്രാധാന്യമുള്ള മറ്റൊരിടം കൂടിയാണ് സന്നിധാനം. അതുകൊണ്ട് തന്നെ അവിടെ ഹെലിക്യാം ഉൾപ്പെടെ പറത്തുന്നതിന് ക്യാമറകൾ ഉപയോഗിക്കുന്നതിനൊക്കെ പല നിയന്ത്രണങ്ങളുമുണ്ട്. അത്തരം നിയന്ത്രണങ്ങൾക്കുള്ളിൽ നിന്ന് മാത്രമേ ദൃശ്യങ്ങൾ പകർത്താൻ സാധിക്കുള്ളൂ. അത്തരം ഇടങ്ങളിൽ മാത്രമാണ് നമ്മൾ എന്തായാലും ക്യാമറകൾ തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മുടെ ടീം അംഗങ്ങളുമുള്ളത് അത്തരം ഇടങ്ങളിൽ. എന്നാൽ ചില ആളുകൾ അതിന് വിരുദ്ധമായി ചില നിലപാടുകൾ സ്വീകരിച്ചു. അത്തരം നടപടികളിലേക്ക് അവർ കടന്നു. അതിൻ്റെ ഒരു പരിണത ഫലമാണ് ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ സോപാനത്ത് നമ്മൾ ക്യാമറ വെക്കുന്നതിന് മുന്നോടിയായി അവിടെ ട്രൈപോഡ് വെച്ച് അവിടെ ഒരു സംവിധാനം ഒരുക്കാറുണ്ടായിരുന്നു. അത് പാടില്ല എന്ന് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല മകരവിളക്ക് കാണുവാനായി ഒപ്പം സന്നിധാനത്തിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുവാനുമായി നമ്മൾ 18-ാം പടിയോട് ചേർന്നുള്ള കെട്ടിടത്തിന് മുകളിൽ ക്യാമറ വെക്കാറുണ്ടായിരുന്നു. എന്നാൽ അതിലും ചില നിയന്ത്രണങ്ങൾ ഇപ്പോൾ കോടതിയുടെ നിർദ്ദേശപ്രകാരം കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ദേവസ്വം ബോർഡ് അവർ അല്പം ഇളവ് മാധ്യമങ്ങൾക്ക് നൽകുന്നുണ്ട്. എന്നാൽ അത്തരം ഇളവുകൾ നൽകുമ്പോൾ അത് തെറ്റായ രീതിയിൽ പലരും ഉപയോഗിക്കുന്നു എന്നൊരു ആക്ഷേപവും കൂടി ദേവസ്വം ബോർഡ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നിലവിൽ എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ നിലവിൽ മകരവിളക്കും സന്നിധാനത്തെ മറ്റ് ചടങ്ങുകളും സന്നിധാനത്ത് നടക്കുന്ന മറ്റ് തിരുവാഭരണ ഘോഷയാത്ര കടന്നു വരുന്നതും ഉൾപ്പെടെയുള്ള കാഴ്ചകൾ കാണിക്കാൻ നിലവിൽ എന്തായാലും അത്തരം നിയന്ത്രണങ്ങൾ തടസ്സമായി മാറില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ ഇന്നലെ ഉണ്ടായതുപോലെ തന്നെ ആരെങ്കിലും അപക്വമായി അത്തരം പെരുമാറ്റങ്ങൾ ഉണ്ടായാൽ കുറച്ചുകൂടി നിയന്ത്രണം കടുപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ടീം ജനം തയ്യാറായി കഴിഞ്ഞു എന്നാണ് അൽനമ്പ്യാർ എനിക്കിപ്പോൾ PCR നിന്ന് നമ്മുടെ ഉമേഷ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന് എന്തോ ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടായെന്ന് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട് അദ്ദേഹം? മറ്റൊരു കാര്യം കൂടി, വളരെ കുറ്റമറ്റ രീതിയിലാണല്ലോ ഇക്കുറി ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവം സംഘടിപ്പിച്ചത്, അല്ലേ? പ്രത്യേകിച്ച് അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ല, അങ്ങനെ എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടായിട്ടില്ല, ശരിയല്ലേ? എന്ന് തോന്നുന്നില്ല. നിലവിൽ എന്തായാലും അത് പരിഹരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരം ഒരു ആശങ്കയിലേക്കോ അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങളിലേക്കോ പോകേണ്ട അവസ്ഥയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സന്നിധാനം
ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലേക്ക് സന്നിധാനം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ പലകുറി പറഞ്ഞതുപോലെ എല്ലായിടങ്ങളിലും ഇപ്പോൾ ശരണമന്ത്രങ്ങൾ മാത്രം ഉയരുന്നു. എല്ലായിടങ്ങളിലും മുൻ വർഷങ്ങളിൽ നിന്ന് വിഭിന്നമായി ഇപ്പോഴും 18-ാം പടി ചവിട്ടാൻ ഭക്തർക്ക് അനുവാദം നൽകുന്നു എന്നതാണ് ഒരു പ്രത്യേകത. അത് തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയാവാം അത്തരം ചില ഇതിലേക്ക് പോയിരിക്കുന്നത്. മുൻ വർഷങ്ങളിൽ ഉച്ചയ്ക്ക് നടയടച്ചാൽ പിന്നീട് അവിടേക്ക് തീർത്ഥാടകർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. 18-ാം പടിയിലേക്ക് തീർത്ഥാടകരെ കയറ്റി വിടാറുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അത് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത് ഇപ്പോഴും 18-ാം പടിയിലേക്ക് തീർത്ഥാടകരെ കയറ്റി വിടുന്നുണ്ട് എന്നാണ്. മുൻ വർഷങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഏതാണ്ട് ഉച്ചയ്ക്ക് 1 മണി കൂടി നടയടച്ചാൽ പിന്നീട് സന്നിധാനത്തേക്ക് ആരെയും പ്രവേശിപ്പിക്കാറില്ല. പിന്നീട് തിരുവാഭരണം വന്ന് അത് ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് ശേഷം മാത്രമേ ഭക്തരെ പ്രവേശിപ്പിക്കാറുള്ളൂ. ഇത്തവണ എന്നാൽ അതിന് വിഭിന്നമായി 18-ാം പടിയിലേക്ക് തീർത്ഥാടകരെ കയറ്റി വിടുന്നുണ്ട്. അത് തിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ആ നിയന്ത്രണം പൂർണ്ണമായും വീണ്ടും കൊണ്ടുവരും. പിന്നീട് 18-ാം പടിയൊക്കെ മനോഹരമായി കഴുകി വൃത്തിയാക്കിയിടും. അയ്യൻ്റെ തിരുവാഭരണ പേടകങ്ങൾക്ക് സ്വാഗതം അരുളാനായി സന്നിധാനം എത്രത്തോളം മനോഹരമാക്കാമോ അത്രത്തോളം മനോഹരമാക്കി വെക്കും. നേരത്തെ നമ്മൾ രാവിലെയൊക്കെ ചൂണ്ടിക്കാട്ടിയ പോലെ മുൻ വർഷങ്ങളിലൊക്കെ ശ്രീകോവിലും ഒപ്പം ശബരിമല ക്ഷേത്രമൊക്കെ പുഷ്പാലങ്കൃതമാക്കി വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരമൊരു അലങ്കാരം ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കോടതിയുടെ ചില ഇടപെടൽ അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ പുഷ്പാലങ്കൃതമാകുമ്പോൾ പലപ്പോഴും CCTV ദൃശ്യങ്ങളൊക്കെ മറഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് സുരക്ഷാ പ്രശ്നമാണെന്ന് ചൂണ്ടിക്കാട്ടി ചില ആളുകൾ കോടതിയെ സമീപിച്ചിരുന്നു. അങ്ങനെയാണ് ഈ പുഷ്പാലങ്കാരമൊക്കെ വേണ്ട എന്നൊരു നിലപാടിലേക്ക് കോടതി എത്തിയത്. എന്നാൽ ഇത്തവണ അത് വളരെ മനോഹരമായി തന്നെ ഇത്തവണ അത് ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രം അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. കുരുത്തോലയും ഒപ്പം ചെറിയ പുഷ്പങ്ങളൊക്കെ വെച്ച് അതിമനോഹരമായി തന്നെ ക്ഷേത്രം മനോഹരമാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലായിടവും മനോഹരമാക്കി അങ്ങനെ കാത്തിരിക്കുകയാണ്. പന്തളത്ത് നിന്ന് അച്ഛൻ കൊടുത്തുവിട്ട സമ്മാനങ്ങൾ സന്നിധാനത്തേക്ക് എത്തുന്നത്. അത് ഒരു ഭക്തിയുടെ തലം മാത്രമല്ല, അതിനൊരു വൈകാരികത തലം കൂടിയുണ്ട്. പന്തളത്ത് രാജകുമാരനായി കാണാൻ ആഗ്രഹിച്ച അച്ഛൻ്റെ ആഗ്രഹം അത് സാധ്യമാക്കുന്ന 5 ദിനമാണ് ഇന്ന് മുതൽ ശബരിമല സന്നിധാനത്ത്. അതുകൊണ്ട് അച്ഛൻ കൊടുത്തുവിട്ട സമ്മാനങ്ങളൊക്കെ സന്നിധാനത്തേക്ക് എത്തുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിരുവാഭരണം അടങ്ങുന്ന പേടകം മാത്രമാണ് 18-ാം പടി ചവിട്ടി മുകളിലേക്ക് കയറുക. മറ്റ് 2 പേടകങ്ങളും അത് മാളികപ്പുറത്തെ മണിമണ്ഡപത്തിന് സമീപത്തേക്ക് അവിടേക്കാണ് കൊണ്ടുപോകുക. ഇപ്പോൾ നോക്കൂ, ദൃശ്യങ്ങളിൽ ഒരു പക്ഷെങ്കിൽ കാണാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലായിടങ്ങളിലും എവിടെയൊക്കെ ഇരിക്കാൻ കഴിയുമോ അവിടെ എല്ലാം തീർത്ഥാടകർ നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. ഇനി ശരണം വിളികളുമായി തിരുവാഭരണ പേടകം സന്നിധാനത്തേക്ക് എത്തുന്ന കാഴ്ചകൾ കാണുക. അതിന് മുൻപ് ആകാശത്ത് വട്ടമിട്ട് പറന്ന് ശ്രീകൃഷ്ണപ്പൻ സന്നിധാനത്തേക്ക് എത്തുന്നത് കാണുക. ഇതൊക്കെ ഒരു വല്ലാത്ത അനുഭൂതിയുടെ തലത്തിലേക്ക് ഭക്തരെയൊക്കെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് എത്രത്തോളം കഷ്ടപ്പാടുകളുണ്ടെങ്കിലും എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവരാരും എല്ലാ വർഷവും ഈ വർഷം ഇപ്പോൾ വളരെയധികം യാത്രകൾ സഹിച്ചാണ് പലയിടങ്ങളിലും അവർ കാത്തിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ പലയിടങ്ങളിലും കെട്ടിടങ്ങളുടെ സൈഡിലും ഇരിക്കാൻ കഴിയുന്ന എല്ലായിടങ്ങളിലും തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോൾ വന്നതല്ല, 2 ദിവസമായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരുന്ന ആളുകളാണ്. അവരൊക്കെ ഏറ്റവും ദുർഘടം പിടിച്ച ഇടങ്ങളിലൊക്കെയാണ് വിരിവെച്ച് കിടക്കുകയും കാത്തിരിക്കുകയും ഒക്കെ ചെയ്ത് അവരുടെയൊക്കെ മനസ്സിലുള്ളത് ആ തിരുവാഭരണ പേടകം കടന്നു വരുന്നത് കാണുക. ഒപ്പം കിഴക്കൻ ചക്രവാളത്തിൽ അങ്ങ് പൊന്നമ്പലമേട്ടിൽ ഉയരുന്ന ആ ദിവ്യജ്യോതി ഒന്ന് കണ്ട് തങ്കപ്രഭയിൽ നിൽക്കുന്ന ആ പന്തളം രാജകുമാരനെ കണ്ട് മലയിറങ്ങുക എന്ന അവരുടെ ഒരു സ്വപ്നത്തിന് വേണ്ടി, ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അത് അത്രത്തോളം ബുദ്ധിമുട്ടുകൾ സഹിച്ച് അവർ ദർശനം നടത്തി മലയിറങ്ങിയാൽ വീണ്ടും അടുത്ത വർഷം ഇതേ സമയമാകുമ്പോൾ ഇവരൊക്കെ വീണ്ടും സന്നിധാനത്തേക്ക് എത്തും. ഇതിൽ കൂടുതൽ ആളുകൾ ഒഴുകി സന്നിധാനത്തേക്ക് എത്തും. അതാണ് ശബരിമലയുടെ ഒരു പ്രത്യേകത. വലിയ ബുദ്ധിമുട്ടുകളുണ്ട്, പരാതികൾ പലപ്പോഴും അവർ പറയുന്നുണ്ട്. എന്നാൽ ആ പരാതികളൊക്കെ ഇപ്പോഴത്തെ ഈ ഒരു കാഴ്ചയിൽ അതൊക്കെ അവർ മറക്കുകയാണ്. അവർക്കിനി കാണേണ്ടത് തിരുവാഭരണ പേടകം കർപ്പൂരാഴിയുടെയും വാദ്യമേളങ്ങളുടെയും ശരണംവിളികളുടെയും അകമ്പടിയോടുകൂടി തിരുവാഭരണ പേടകം അങ്ങനെ പന്തളത്ത് നിന്ന് ഗുരുസ്വാമിമാരുടെ നേതൃത്വത്തിൽ തിരിച്ച തിരുവാഭരണ പേടകങ്ങൾ അങ്ങനെ ആനന്ദനൃത്തമാടിയ സന്നിധാനത്തേക്ക് കയറി വരുന്ന ദൃശ്യങ്ങളൊന്ന് കാണുക. അതിന് എവിടെയൊക്കെ ഇരുന്നാൽ കാണാൻ സാധിക്കും അവിടെ എല്ലാം ആളുകളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മനോഹരമായ കാഴ്ചകൾ, ഭക്തിയുടെ ആധ്യാത്മികതയുടെ മറ്റൊരു തലം ശബരിമല സന്നിധാനം നമുക്ക് നൽകുന്നുണ്ട്. ആ കാഴ്ചകളാണ് എനിക്കിപ്പോൾ PCR നിന്ന് കാണാൻ സാധിക്കുന്നത്. സന്നിധാനത്ത് നിന്ന് അഖിൽ പാലോട്ടുമടമുണ്ട്. ഒപ്പം 18-ാം പടിക്ക് താഴെ നിന്ന് അഖിൽ പാലോട്ടുമടമുണ്ട്. ശരംകുത്തിയിൽ മനോജ് ഉണ്ട്. ഒപ്പം പമ്പയിൽ കിരൺ ശരംകുത്തിയിലാണ് ദേവസ്വം ബോർഡ് ഔദ്യോഗികമായി തിരുവാഭരണ പേടകങ്ങളെ സ്വീകരിച്ച് സന്നിധാനത്തേക്ക് കൂട്ടിക്കൊണ്ടുവരിക. ഒപ്പം 18-ാം പടിയിലേക്ക് തീർത്ഥാടകരുടെ പ്രവേശനം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അത് പൂർത്തിയാക്കും. ഇപ്പോൾ ഫ്ലൈ ഓവറിലേക്ക് തീർത്ഥാടകരെ കയറ്റുന്നില്ല. നേരെ 18-ാം പടി ചവിട്ടി അവരെ സിവിൽ ദർശനത്തിനായി നിൽക്കുന്ന ഇടങ്ങളിലേക്ക് അവരെ മാറ്റുകയാണ്. അത്രത്തോളം തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. മുൻ വർഷങ്ങളിൽ വിഭിന്നമായി തലേ ദിവസം ഇന്നലെ തന്നെ സന്നിധാനത്ത് സൂചി കുത്താൻ ഇടമില്ല എന്നൊക്കെ പറയുന്ന പോലെ തന്നെ സന്നിധാനം ഭക്തരെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, ഏതാണ്ട് 3-4 ദിവസമായി സന്നിധാനത്തെത്തിയ തീർത്ഥാടകരൊക്കെ മടങ്ങിയിട്ടില്ല. എല്ലാവരും അങ്ങനെ കാത്തിരിക്കുന്നത്
ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് സന്നിധാനം ഭക്തരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞൊരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ തീർത്ഥാടകരെ 18-ാം പടി ചവിട്ടി അവരെ വലിയ നടപ്പന്തലിൽ നിന്ന് പരമാവധി തീർത്ഥാടകരെ ഒഴിപ്പിക്കുകയാണ്. കാരണം തിരുവാഭരണ പേടകങ്ങൾ കടന്നു വരുമ്പോഴേക്കും ശരംകുത്തി മുതൽ 18-ാം പടി വരെയുള്ള എല്ലാ ഇടങ്ങളും അങ്ങനെ അത് തീർത്ഥാടകരെ ഒഴിപ്പിച്ച് അത് ഈ ഘോഷയാത്രയ്ക്ക് സുഖമായി കടന്നു വരുന്ന അന്തരീക്ഷത്തിലേക്ക് എത്തിക്കണം. അതുകൊണ്ട് തീർത്ഥാടകരെ പരമാവധി വലിയ നടപ്പന്തലിൽ നിന്നും ഒപ്പം 18-ാം പടിക്ക് താഴെ നിന്നുമൊക്കെ അവരെ മാറ്റി മറ്റു ഇടങ്ങളിലേക്ക് മാറ്റുകയാണ്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ 18-ാം പടിയിലേക്ക് തീർത്ഥാടകരെ പ്രവേശിപ്പിക്കുന്നത്. അല്പസമയത്തിനകം അത് ഏതാണ്ട് പൂർത്തിയാക്കി 18-ാം പടിയൊക്കെ തേച്ചൊരച്ച് കഴുകി വൃത്തിയാക്കി അവിടെ എല്ലാം അലങ്കരിച്ച് വൃത്തിയാക്കിയിരിക്കും. ഇനിയിപ്പോൾ കാത്തിരിക്കുന്നത് തിരുവാഭരണ പേടകം എത്തുന്ന ആ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയായുള്ള കാത്തിരിപ്പാണ്. എനിക്ക് തോന്നുന്നു അഖിൽ പാലോട്ടുമഠം സന്നിധാനത്ത് നിന്ന് ഉണ്ട്. സന്നിധാനത്തെ അഖിൽ പാലോട്ടുമഠത്തിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. അഖിൽ നിന്ന് അറിയേണ്ടത് സന്നിധാനത്ത് നിന്ന് എത്ര മണി വരെയാണ് 18-ാം പടിയിലേക്ക് തീർത്ഥാടകരെ പ്രവേശിപ്പിക്കുന്ന അടക്കമുള്ള വിവരങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. നമ്പ്യാർ, ശരി, നമുക്ക് അരുൺ കൊടുങ്ങൂർ ഇപ്പോൾ 18-ാം പടിക്ക് സമീപത്ത് നിന്നൊപ്പം ചേരുന്നുണ്ട്. അരുൺ, ഈ സാധാരണയായി വലിയ തിരക്കുണ്ടാകുമ്പോൾ 1 മിനിറ്റിൽ 60 പേരെയൊക്കെയാണ് മുകളിലേക്ക് പോലീസ് അയ്യപ്പന്മാർ 18-ാം പടിയിലൂടെ കടത്തിവിടുക. ഇന്നത് 80-നുള്ള പരിശ്രമമാണെന്ന് കേൾക്കുന്നു. അത്രയ്ക്ക് തിരക്കാണ്. യെസ്, ശബരിമല സന്നിധാനം ഭക്തിസാന്ദ്രമാണ്. അവിടേക്ക് തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ട് എത്തും. ശരംകുത്തിയിൽ 5-നും 5:30-നും ഇടയ്ക്ക് എത്തുമെന്നാണ് നേരത്തെ മനോജ് പറഞ്ഞത്. അവിടെ നിന്ന് സന്നിധാനത്തേക്ക് എത്തും. സന്നിധാനത്ത് സാധ്യമായ ഇടങ്ങളിൽ അതിനപ്പുറവും ഭക്തർ ഇപ്പോഴേ തമ്പടിച്ചിരിപ്പാണ് മകരജ്യോതി കാണാൻ, ആ തിരുവാഭരണ വന്ന് ദീപാരാധന നടത്തി അയ്യപ്പനെ തൊഴുന്നത് കാണാൻ. അങ്ങനെ ഭക്തരുടെ ഒരു വലിയ തിരക്ക് അവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഏതായാലും സോപാനത്തിന് ചുറ്റും സന്നിധാനത്തിൽ ഈ മകരജ്യോതി ദർശനം എന്ന് പറഞ്ഞാൽ വലിയൊരു ആത്മസാക്ഷാത്കാരമല്ലേ അല്ലേ? തീർച്ചയായും സ്ഥിരമായി ഈ ദിവസം ശബരിമലയിൽ സന്നിധാനത്ത് എത്തുന്നവർ ഉണ്ട്. നേരത്തെ ഉമേഷിനോട് ചോദിക്കാൻ മറന്നുപോയി, ചില VIPs ഒക്കെ സെലിബ്രിറ്റീസൊക്കെ ഈ ദിവസങ്ങളിൽ അവിടെ എത്താറുണ്ട്. പക്ഷേ അയ്യൻ്റെ മുന്നിൽ അങ്ങനെ സെലിബ്രിറ്റീസ് ഒന്നുമില്ല, ആരുമില്ല. മാത്രമല്ല കോടതി പിടിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ കൃത്യമായിട്ട്. ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിക്ക് കൂടുതൽ സമയം അനുവദിച്ചാൽ എന്തെങ്കിലും പ്രത്യേക പരിഗണന കൊടുത്തു കഴിഞ്ഞാൽ കോടതിയുടെ നിരീക്ഷണം അപ്പം തന്നെ ഉണ്ടാകുന്നുണ്ട്. കൃഷ്ണരാജ്, ഞാൻ നേരത്തെ ഉമേഷിനോട് ചോദിക്കുകയുണ്ടായി, അതായത് ഇക്കുറിയല്ലേ കുറ്റമറ്റ രീതിയിലല്ലേ ഇത് സംഘടിപ്പിച്ചത്? ആ സംഘാടനത്തിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ശബരിമല മണ്ഡല മകരവിളക്ക് സമയത്ത് 10 ദിവസം സന്നിധാനത്തുണ്ടായിരുന്നു. അതായത് റിപ്പോർട്ടിങ്ങിനായി ഉണ്ടായിരുന്നു. ഈ 10 ദിവസത്തിലൊന്നിലാണ് ശബരിമല കണ്ട ഏറ്റവും വലിയ തിരക്ക് അനുഭവപ്പെട്ടത്. അതായത് അന്നായിരുന്നു ആദ്യ ബാച്ച് പോലീസുകാർ സന്നിധാനത്ത് നിന്ന് മലയിറങ്ങുന്നു, പുതിയ ബാച്ച് കയറുന്നു. ആ ദിവസം തന്നെയാണ് ഏറ്റവും അധികം തിരക്ക് അനുഭവപ്പെട്ടത്. അതായത് നമുക്കൊരു 10 മീറ്റർ ദൂരേക്ക് പോകണമെങ്കിൽ മണിക്കൂറുകൾ വേണ്ട അവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത്. അന്നപ്പാടെ പാളിപ്പോയി. പല തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമൊക്കെ വരുന്ന, ആന്ധ്രയിൽ നിന്നുമൊക്കെ വരുന്ന ഭക്തർ ഈ വൈദ്യുതി കമ്പിക്ക് തൊട്ടു കീഴേ കൂടി ഊർന്നിറങ്ങി വന്ന് ഈ വിർച്വൽ ക്യൂവിലേക്ക് കയറാനുള്ള ശ്രമം നടത്തുന്നത് പോലും നമ്മൾ കണ്ടതാണ്. അങ്ങനെ അപ്പാടെ പാളിപ്പോയ, കുടിവെള്ളം പോലും കൊടുക്കാതെ ഭക്തരെ മണിക്കൂറുകളോളം ക്യൂ നിർത്തിയെന്ന കുപ്രസിദ്ധി നേടിയ ഒരു വർഷമായിരുന്നു കഴിഞ്ഞ തവണത്തേത്. പക്ഷേ ഇത്തവണ അതിൽ നിന്നൊക്കെ മാറി വലിയ പരാതികളില്ലാത്ത വിധം വിവാദങ്ങളുണ്ടായി. പക്ഷേ പരാതികൾ അധികം ഉണ്ടാകാത്ത വിധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്തവണ കഴിഞ്ഞു. PS പ്രശാന്തിനെ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ പോലീസ് ചീഫ് കോർഡിനേറ്റർ ADGP ശ്രീജിത്തും പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു. കാരണം അദ്ദേഹം ഒരു അയ്യപ്പ ഭക്തനാണ്. അതുകൊണ്ട് തന്നെ താനിവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും സാധാരണ അയ്യപ്പ ഭക്തർക്ക് ഉണ്ടാവാൻ പാടില്ല എന്ന നിശ്ചയ ദാർഢ്യം എടുത്തുകൊണ്ട് തന്നെയാണ് ADGP ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിൽ പോലീസ് സേന പ്രവർത്തിച്ചത് അല്ലേ? സാധാരണ ഈ 18-ാം പടിയിൽ നിൽക്കുന്ന പോലീസുകാരെ കുറിച്ചൊക്കെ പരാതി ഉയരാറുണ്ടായിരുന്നു. പക്ഷേ ആ കൽമണ്ഡപം വന്നതോടെ അതൊരു പ്രശ്നം, കുറച്ച് വലിയ പ്രതിസന്ധി ഉണ്ടോ എന്ന സംശയമുണ്ട്. കാരണം അതങ്ങനെയാണ്. ഏതായാലും നമുക്ക് ഉമേഷിലേക്ക് പോകാം. ഉമേഷ് കുറച്ച് സമയം ഇനിയിപ്പോൾ അരുൺ കൊടുങ്ങൂരിലേക്കും അഖിൽ പാലോട്ട് മഠത്തിലേക്കും ഒക്കെ പോകട്ടെ. ഉമേഷ്, തീർച്ചയായും നമ്പ്യാർ,
കൃഷ്ണരാജ്, നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ സന്നിധാനം അതൊരു മറ്റൊരു തലത്തിലേക്ക് ഉയരുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെ എത്തിയ തീർത്ഥാടകരൊക്കെ അവർ ഏതാണ്ട് ഇന്നലെ വരെയൊക്കെ പലവിധ പരിമിതികളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാധ്യമങ്ങളോട് നമ്മളോടൊക്കെ പറയാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊക്കെ മറന്ന് ആ ഭക്തിയുടെ മറ്റൊരു തലത്തിലേക്ക്, ഒരു ആനന്ദത്തിലേക്ക് അവർ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എല്ലായിടങ്ങളും അങ്ങനെ കർപ്പൂരത്തിൻ്റെ ഗന്ധവും ശരണമന്ത്രങ്ങൾ മാത്രം ഉയരുന്ന അന്തരീക്ഷത്തിലേക്ക് സന്നിധാനം മാറിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 18-ാം പടിയിലേക്ക് മുൻ വർഷങ്ങളിലൊക്കെ തീർത്ഥാടകരെ രാവിലെ നടയടച്ചാൽ പിന്നീട് അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കാറില്ല. ഈ തിരുവാഭരണ പേടകം വന്നതിന് ശേഷം മാത്രമേ അവിടേക്ക് പ്രവേശിപ്പിക്കാറുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇത്തവണ അതിന് വിഭിന്നമായി ഇപ്പോൾ തീർത്ഥാടകരെ പ്രവേശിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർത്ഥാടകരുടെ തിരക്ക് അഭൂതപൂർവ്വമായി തുടരുന്നൊരു സാഹചര്യത്തിലാണ് അത്തരത്തിൽ അവിടേക്ക് ഭക്തരെ പ്രവേശിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നത്. അരുൺ കൊടുങ്ങൂർ കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് 18-ാം പടിക്ക് താഴെ. അരുൺ കേൾക്കാമെങ്കിൽ മുൻ വർഷങ്ങളിൽ ഈ 18-ാം പടിക്ക് മുകളിലേക്ക് തീർത്ഥാടകരെ ഉച്ചയ്ക്ക് ശേഷം കയറ്റിവിടുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണ അതിന് വിഭിന്നമായി ഈ തിരുവാഭരണ പേടകം വരുന്നതിന് മുൻപ് തന്നെ പരമാവധി തീർത്ഥാടകരെ പടി ചവിട്ടിച്ച് തിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ ഇത്തരം നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്? മുൻവർഷങ്ങളിൽ നമുക്ക് അറിയാമായിരുന്നു ഉച്ചയ്ക്ക് ഏതാണ്ട് 1 മണിക്ക് നടയടച്ചാൽ പിന്നീട് നട തുറക്കുന്ന ദീപാരാധന കഴിഞ്ഞ് തിരുവാഭരണം ചാർത്തി ദീപാരാധന കഴിഞ്ഞ് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതിയും തെളിഞ്ഞ ശേഷം മാത്രമേ പന്തളത്ത് നിന്ന് തിരുവാഭരണത്തോടൊപ്പം അകമ്പടി സേവിച്ചെത്തിയ തീർത്ഥാടകരെ ആദ്യം 18-ാം പടി ചവിട്ടും, പിന്നീട് കാത്തിരുന്ന ആളുകളെ 18-ാം പടി ചവിട്ടും. അങ്ങനെയായിരുന്നു മുൻ വർഷങ്ങളിൽ ഒരു രീതി ഉണ്ടായിരുന്നാൽ ഇത്തവണ ഇപ്പോഴും 18-ാം പടിയിലേക്ക് തീർത്ഥാടകരെ പ്രവേശിപ്പിക്കുന്നുണ്ട്. അരുൺ കേൾക്കാമെങ്കിൽ. അരുൺ കൊടുങ്ങൂർ സ്ഥലത്തില്ല എന്ന് തോന്നുന്നു. നേരത്തെ കൃഷ്ണരാജ് ചോദിച്ചപ്പോഴും കേട്ടില്ല. അരുൺ കൊടുങ്ങൂരിലേക്ക് കോൾ എത്തുന്നില്ല. എന്തായാലും അഖിൽ പാലോട്ടുമട അവിടെ ഉണ്ടോ സന്നിധാനത്ത്? സന്നിധാനത്ത് വലിയ ഭക്തജന തിരക്കാണ്. 1 മിനിറ്റിൽ 80 പേരെയൊക്കെ 18-ാം പടി കയറ്റി സന്നിധാനത്തേക്ക് സോപാനത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് അയ്യപ്പന്മാർ. ഭക്തർ ശരണമന്ത്രധ്വനികളുമായി ഇങ്ങനെ 18-ാം പടി കയറി അയ്യനെ ഒന്ന് വണങ്ങി ആ ഫ്ലൈ ഓവറിലൂടെ കയറി ചുറ്റി വന്ന് നടയിലെത്തി തൊഴുമ്പോഴുണ്ടാകുന്ന ഒരു ആത്മനിർവൃതി, അത് കണ്ണീരായി പുറത്തു വരാം, സന്തോഷമായി വരാം, ആനന്ദക്കണ്ണീരാകാം. ഏതായാലും ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണല്ലോ ഈ മലകയറ്റവും വ്രതാനുഷ്ഠാനവും കല്ലും മുള്ളും ചവിട്ടി മുകളിലേക്കെത്തി ക്യൂ നിന്ന് അയ്യനെ കാണാൻ എത്തുന്നത്. ഉമേഷ്, ഇപ്പോൾ അരുൺ കൊടുങ്ങൂർ റെഡിയാണ്. ഷാജ്, എന്തായാലും ഇപ്പോൾ പടി ചവിട്ടുന്ന ആർക്കും ഇപ്പോൾ ദർശനം അത് സാധ്യമല്ല. കാരണം നട അടച്ചിരിക്കുകയാണ്. വൈകിട്ട് ഇനിയിപ്പോൾ 5 മണിക്ക് മാത്രമാണ് നട തുറക്കുക. അപ്പോൾ മാത്രമാണ് നട തുറന്നുള്ള ദർശനം. ആ സമയത്തും ഭക്തർക്ക് ദർശനം ഉണ്ടാകില്ല. ഇനി തിരുവാഭരണ പേടകങ്ങൾ സന്നിധാനത്തേക്ക് എത്തി അത് ചാർത്തിയുള്ള ദീപാരാധനയും പൊന്നമ്പലമേട്ടിലെ ജ്യോതി ദർശനവും ഒക്കെ കഴിഞ്ഞ ശേഷം മാത്രമേ ഭക്തർക്ക് ദർശനമുള്ളൂ. ഇപ്പോൾ എത്തിയ തീർത്ഥാടകരെ പരമാവധി 18-ാം പടി ചവിട്ടി അവരെ നടപ്പന്തലിൽ നിന്ന് തിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 18-ാം പടി ചവിട്ടാൻ അനുവദിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ കൊടുങ്ങൂർ 18-ാം പടിക്ക് താഴെ നിന്ന് ചേരുന്നുണ്ട്. അരുണ്, മുൻ വർഷങ്ങളിൽ നമ്മൾ അല്പസമയം മുൻപ് സംസാരിച്ചാണ്, മുൻ വർഷങ്ങളിൽ തിരുവാഭരണ പേടകം എത്തുന്ന ദിവസം, മകരവിളക്ക് ദിവസം ഉച്ചയ്ക്ക് നടയടച്ചാൽ പിന്നീട് 18-ാം പടിയിലേക്ക് ഭക്തർക്ക് പ്രവേശനം ഉണ്ടായിരുന്നു. ഇത്തവണ വലിയ നടപ്പന്തലിൽ തിരക്ക് നിയന്ത്രണത്തിൻ്റെ ഭാഗമായിട്ടാണോ ഭക്തരെ 18-ാം പടി ചവിട്ടി സിവിൽ ദർശന ക്യൂവിലേക്കൊക്കെ മാറ്റുന്നത്? അരുൺ. ഉമേഷ്, തീർച്ചയായും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്, അതിലേറ്റവും പ്രധാനമായി കണ്ടത് ഈ തീർത്ഥാടകർക്ക് കൃത്യമായ ഒരു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അതായത് ഉച്ചയ്ക്ക് 1 മണിക്ക് നട അടയ്ക്കുന്ന സമയത്ത് മാത്രമായിരുന്നു തീർത്ഥാടകരെ ഇങ്ങനെ പടി കയറ്റി വിട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ വിഭിന്നമായിട്ട് കൂടുതൽ തീർത്ഥാടകരെ പടി കയറ്റി വിടുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു ഭക്തജന സഞ്ചയം ഈ ഒരു സന്നിധിയിലേക്ക്, ഭഗവാന്റെ സന്നിധിയിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരക്ക് നിയന്ത്രിക്കുന്നതിനപ്പുറത്തേക്കുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നേരത്തെ 2 ലക്ഷത്തിലധികം തീർത്ഥാടകർ സന്നിധാനത്ത് എത്തുമെന്നായിരുന്നു ദേവസ്വം ബോർഡും പോലീസും ഒക്കെ പ്രതീക്ഷിച്ചത്. പക്ഷെ അത് 3-4 ലക്ഷത്തിലേക്ക് തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഒരു വലിയ ഗണ്യമായ വർധന ഉണ്ടായിട്ടുണ്ട് എന്നാണ്
നമുക്ക് ലഭിക്കുന്ന കണക്ക് ഏതാണ്ട് 10-ാം തീയതി ജനുവരി 10 മുതൽ സന്നിധാനത്തേക്ക് തീർത്ഥാടകർ തന്നെ മടങ്ങാതെ സന്നിധാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഇങ്ങനെ ആ മകരവിളക്ക് കാണാൻ, മകരജ്യോതി കാണാൻ, തിരുവാഭരണം ചാർത്തിയുള്ള ഭഗവാനെ കാണുവാനുള്ള ആ ഒരു കാത്തിരിപ്പിൽ തങ്ങി നിൽക്കുന്നു എന്നതാണ് പറയുന്നത്. നമുക്കറിയാം, വരുന്ന വഴികളൊക്കെ തന്നെ ഭക്തരെ കൊണ്ട് നിബിഡമാണ്. എല്ലായിടങ്ങളിലും ശരണം വിളികളോടെ നാമമന്ത്രാർച്ചനകൾ കൊണ്ട് ഭക്തിസാന്ദ്രമാകുന്ന ഒരവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ പോവുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് സന്നിധാനത്ത് ഒന്നാകെ അനുഭവപ്പെടുകയാണ്. എന്തായാലും വരും മണിക്കൂറുകളിലും ഈ ഒരു തിരക്ക് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. എന്തായാലും നടപ്പന്തൽ പൂർണ്ണമായും നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. 18-ാം പടി പൂർണ്ണമായും ഭക്തരെ കയറ്റിവിടുന്നു. എന്തായാലും 2:30-ക്ക് ശേഷം ഭക്തരെ ഇനിയും പടി ചവിട്ടാൻ അനുവദിക്കില്ല എന്നാണ് ഏറ്റവും ഒടുവിലായി അധികൃതർ പറയുന്നത്. എന്തായാലും അത് കുറച്ച് സമയം കൂടെ മുന്നോട്ട് നീളാനുള്ള സാധ്യതയാണുള്ളത്. വരുന്ന വഴികളിലൊക്കെ തന്നെ, ഈ തിരുവാഭരണം വരുന്ന വഴികളിലൊക്കെ തന്നെ ഭക്തജനങ്ങളുടെ ഒരു വലിയ സാന്നിധ്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ആ തിരക്ക് നിയന്ത്രണ വിധേയമാക്കേണ്ടത് അത്യാവശ്യ ഘടകം തന്നെയാണ്. കാരണം ശബരിമലയിൽ ഉൾക്കൊള്ളാവുന്നതിൽ അപ്പുറമുള്ള തീർത്ഥാടകരുടെ ഒരു ഗണ്യമായ ഒരു വർധനവ് എല്ലായിടങ്ങളും, മകരജ്യോതിയും മകരവിളക്കും കാണാവുന്ന എല്ലായിടങ്ങളും തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ തീർത്ഥാടകരൊക്കെ തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ട് ഇരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിലും കൂടുതൽ തീർത്ഥാടകരെത്താനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ക്രമീകരണം കൂടി അത്യാവശ്യമായി എടുക്കേണ്ടതുണ്ട്. എന്തായാലും ADGP അടക്കമുള്ള ആളുകൾ സന്നിധാനത്തുണ്ട്, സ്ഥിതിഗതികൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു തീർത്ഥാടക തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഉമേഷ്, അവരുടെ എത്ര മണിവരെ തീർത്ഥാടകർക്ക് ഇനിയിപ്പോൾ പടി ചവിട്ടാനുള്ള അനുവാദമുണ്ട്? കാരണം ഏതാണ്ട് 5 മണിയോടുകൂടി ആകുമ്പോഴേക്കും ശബരിപീഠത്തിലേക്ക്, ശരംകുത്തിയിലേക്ക് ഒക്കെ തിരുവാഭരണ പേടകമൊക്കെ എത്തിത്തുടങ്ങും. പിന്നീട് തീർത്ഥാടകർക്ക് മുന്നോട്ട് പോക്ക് അത് അത്ര എളുപ്പമാകില്ല. അതുകൊണ്ട് എത്ര മണിവരെയാണ് നിലവിൽ എന്തെങ്കിലും അത്തരം സൂചനകൾ എന്തെങ്കിലും അറിയുന്നുണ്ടോ? എത്ര മണിവരെ പടി ചവിട്ടാനുള്ള ഒരു അനുവാദമുണ്ട്? അതിനുള്ള സൗകര്യം എത്ര മണിവരെയാണ്? എന്തായാലും ഇപ്പോൾ പടി ചവിട്ടുന്നവർക്കും ദർശനമില്ല. നട തുറക്കുന്ന ശേഷം ഇനി ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ദർശനമുള്ളൂ. എന്നാൽ പോലും 18-ാം പടി ചവിട്ടാനുള്ള അവസരം അത് എപ്പോൾ വരെയാണ്? അത്തരം സമയക്രമീകരണങ്ങളെ പറ്റി എന്തെങ്കിലും ഔദ്യോഗികമായ അറിയിപ്പുകൾ വന്നിട്ടുണ്ടോ? അരുൺ, കേൾക്കാമെങ്കിൽ ഈ 18-ാം പടി ചവിട്ടുന്നതിൻ്റെ ഒരു സമയക്രമം അത് എന്തെങ്കിലും തരത്തിൽ ഔദ്യോഗികമായി അറിയിപ്പുകൾ ലഭിച്ചിട്ടുണ്ടോ? ഈ തിരുവാഭരണ പേടകം ഏതാണ്ട് 5 മണിയോടുകൂടി ശബരിപീഠത്തിലേക്കൊക്കെ എത്തും. അതിനുശേഷം തീർത്ഥാടകർക്ക് പടി ചവിട്ടാൻ കഴിയില്ല. മാത്രമല്ല, എല്ലാ വർഷവും 18-ാം പടിയൊക്കെ തിരുവാഭരണ പേടകങ്ങൾ എത്തുന്നതിന് മുൻപ് ഭക്തരുടെ ചില വഴിപാടായി അത് വൃത്തിയാക്കുന്ന ചടങ്ങുകളൊക്കെ നടക്കാറുണ്ട്. അതിലേക്കൊക്കെ കടക്കേണ്ടതുണ്ട്. അത്തരം ക്രമീകരണങ്ങളൊക്കെ ഒരുക്കേണ്ടതുണ്ട്. തിരുമുറ്റം മുഴുവൻ കഴുകി വൃത്തിയാക്കും. അങ്ങനെ പലവിധ ചടങ്ങുകളിലേക്കൊക്കെ കടക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എത്ര മണിവരെയാണ് 18-ാം പടി ചവിട്ടാനുള്ളൊരു അവസരം ഉണ്ടാകുക? അതിൻ്റെ സമയക്രമം എങ്ങനെയാണ് അരുൺ? ഉമേഷ്, എന്തായാലും ഈ നടപ്പന്തലിൽ നിന്നും 18-ാം പടിയിലേക്ക് തീർത്ഥാടകരെ പൂർണ്ണമായും നിയന്ത്രിച്ചിരിക്കുകയാണ്. എന്തായാലും അല്പസമയങ്ങൾക്ക് മുമ്പാണ് ഈ നിയന്ത്രണം ഉണ്ടായിരിക്കുന്നത്. ഇനിയും ഒരു തീർത്ഥാടകരെയും 18-ാം പടിക്ക് മുകളിലേക്ക് കടത്തിവിടില്ല. നേരത്തെ ഉമേഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തരത്തിൽ പടി ഭംഗിയായി കൃത്യമായി അലങ്കരിക്കേണ്ട, ശുദ്ധിയാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇനി തിരുവാഭരണ പേടകത്തിനായി വഴിമാറേണ്ട ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള ഒരു ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതിൻ്റെ ഭാഗമായി തന്നെ സാധാരണ 1 മണിയോടെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് പൂർണ്ണമായും ഭക്തരെ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴും വലിയ നടപ്പന്തൽ പൂർണ്ണമായും നിറഞ്ഞു നിൽക്കുകയാണ്. ഒരുപാട് ഭക്തർ ഈ സന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭക്തർക്കൊരു നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യം തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നതാണ് പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ വർഷങ്ങളിലെ അപേക്ഷിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹം സന്നിധാനത്തേക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് ഈ അവസാന ദിവസങ്ങളിലും അത്തരത്തിൽ ഒരു ഭക്തജനങ്ങളുടെ ഒരു വലിയ ഒഴുക്ക്, അണമുറിയാത്ത ഒഴുക്ക് സന്നിധാനത്തേക്ക് ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലേക്ക് പോവുകയാണ്. എത്രയൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാലും ഭഗവാനെ, തിരുവാഭരണ വിഭൂഷിതനായ ഭഗവാനെ, പന്തള രാജകുമാരനായ ഭഗവാനെ, തിരുവാഭരണം ചാർത്തിയുള്ള ആ മനോഹരമായ ദൃശ്യം, വലിയ രീതിയിലേക്കുള്ള ആ ചൈതന്യം ഉണ്ടാകുന്ന ആ ഒരു നിമിഷത്തിലേക്ക്, ഊർജം പ്രവഹിക്കുന്ന ആ ഒരു നിമിഷത്തിലേക്കുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് ഇവിടെ എത്തിയ എല്ലാവരും. മകരജ്യോതിയും മകരവിളക്കും കാണാവുന്ന എല്ലായിടങ്ങളിലും ദിവസങ്ങൾക്ക് മുമ്പേ മഴയും വെയിലും മഞ്ഞുമെല്ലാം എറ്റ് ഭക്തർ നാമമന്ത്രങ്ങൾ മുഴക്കി ശരണമയ്യപ്പ എന്നുള്ള ഒറ്റ മന്ത്രങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട്, മനസ്സിൽ വിളിച്ചുകൊണ്ട്, ഉറക്ക ശരണം വിളിച്ചുകൊണ്ട് അങ്ങനെ പോകുന്ന ഒരു കാഴ്ച. അങ്ങനെ എത്ര തന്നെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാലും ആ നിയന്ത്രണങ്ങൾക്കൊക്കെ ഒപ്പം തന്നെ ഭഗവാനെ കാണുക, പൊന്നമ്പലമേട്ടിൽ, ഭഗവാന്റെ പൊന്നമ്പലമേട്ടിൽ കാണുന്ന ആ മകരവിളക്കൊന്ന് കാണുക, ആകാശത്തെ മകരജ്യോതി ഒന്ന് കാണുക, ആ ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് എല്ലാ ഭക്തനും ഇവിടേക്ക് എത്തുന്ന. വർഷങ്ങളായി ഇവിടേക്ക്
ഈ ഒരു ദിവസം എത്തുന്ന ആളുകളുണ്ട്, ആദ്യമായി എത്തുന്ന ആളുകളുണ്ട്. എല്ലാവർക്കും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ആയുസ്സിൽ, മനുഷ്യായുസ്സിൽ ഒരു ദിവസമെങ്കിലും, ഒരു തവണയെങ്കിലും ഈ ഒരു നിമിഷം ഈ സന്നിധിയിലേക്ക് എത്താനുള്ള ഒരു വലിയ മഹാഭാഗ്യം, പൂർവ്വജന്മ സുഹൃതം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ആ ഒരു നിമിഷത്തിലേക്കാണ് ഇവിടെ എത്തിയിരിക്കുന്ന ലക്ഷക്കണക്കിന് ഭക്തരെല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നത്. പാണ്ഡിത്താവളം അടക്കമുള്ള ഈ മകരജ്യോതിയും മകരവിളക്കും കാണാവുന്ന, തിരുവാഭരണം കാണാവുന്ന എല്ലായിടങ്ങളും ഭക്തരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ നിയന്ത്രണങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹം സന്നിധാനത്തേക്ക് എത്തുമ്പോൾ എന്തായാലും തിരുവാഭരണം വരാനുള്ള ഒരു സമയത്തിലേക്ക് അടുക്കുമ്പോൾ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഈ സന്നിധിയിലേക്ക്, ഭഗവാന്റെ സന്നിധിയിലേക്ക് മണികണ്ഠകുമാരനായി മാറാനുള്ള ആ ഒരു സമയം, തിരുവാഭരണം ചാർത്തിയുള്ള ആ ദീപാരാധനയ്ക്കായുള്ള ആ ഒരു സമയം, ആ സമയത്തിനായുള്ള ഒരു കാത്തിരിപ്പ് തന്നെയാണ്. വരുന്ന ഒരു വർഷത്തെ, കഴിഞ്ഞ ഒരു വർഷത്തെ വലിയ ഒരു കാത്തിരിപ്പ്, ശരണമന്ത്രങ്ങളോടെ കാതങ്ങൾ താണ്ടി, ദേശങ്ങൾ താണ്ടി എത്തിയ ഓരോ ഭക്തരും ഒരുപാട് പ്രതിസന്ധികൾ, നമ്മൾ രാവിലെയൊക്കെ തന്നെ വിശദമായി ചർച്ച ചെയ്തുള്ള ഒരുപാട് പ്രതിസന്ധികൾക്ക് നടുവിലാണ് ഇവരെല്ലാം തന്നെ ഈ ഒരു സന്നിധിയിലേക്ക് ഈ ഒരു നിമിഷം നിൽക്കുന്നത്. കാരണം അത്രയേറെ നിയന്ത്രണങ്ങളുണ്ട്, അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നമുണ്ട്. അതൊന്നും തന്നെ ഒരു തരത്തിലുള്ള പരാതികളുമില്ലാതെ, പരാതികൾക്കപ്പുറത്തേക്ക് മനസ്സിൽ കാത്തു സൂക്ഷിച്ച ആ ഒരു വികാരം, ഭഗവാൻ എന്നുള്ള ഒരു വിശ്വാസം, ഉറച്ച വിശ്വാസം, എല്ലാത്തിനും ഭഗവാൻ കൂടെയുണ്ട്, എല്ലാം ഭഗവാൻ കാണുന്നുണ്ട് എന്നുള്ള ഒരേ ഒരു വിശ്വാസത്തിലേക്ക് പോകുന്നു. ഭക്തരെ സംബന്ധിച്ചോളം, ലോകത്തുമ്പാടുമുള്ള ഭക്തരെ സംബന്ധിച്ചോളം ഇന്നത്തെ ഈ ഒരു സന്ധ്യ അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഒരു വർഷത്തെ കാത്തിരിപ്പ്, ആ ഒരു വലിയ കാത്തിരിപ്പിൽ തന്നെയാണ് ഭക്തരെല്ലാം തന്നെ ഉണ്ടാകുന്നത്. രാജാതിരാജനായ, വില്ലാളി വീരനായ, വീരമണികണ്ഠനായ ശാസ്താവിൽ നിന്നും മണികണ്ഠനായി മാറുന്ന ഈ ഒരു നിമിഷം, തിരുവാഭരണ വിഭൂഷിതനായി മാറുന്ന ആ ഭഗവാനെ കാണുവാനുള്ള ആ ഒരു നിമിഷത്തിലേക്കുള്ള കാത്തിരിപ്പിലാണ്. എല്ലായിടങ്ങളും ശരണമന്ത്രങ്ങളാൽ മുഖരിതമാണ്. എല്ലായിടങ്ങളിലും ഭക്തി നിർഭരമായ കാഴ്ചകൾ, എല്ലായിടങ്ങളിലും ശരണമന്ത്രഘോഷങ്ങൾ, എല്ലായിടങ്ങളിലും ഭക്തി നിറഞ്ഞു തുളുമ്പുന്ന സാഹചര്യങ്ങൾ. അങ്ങനെ ഭക്തിയുടെ പാരമ്യത്തിലേക്ക് സന്നിധാനവും അനുബന്ധ മേഖലകളെല്ലാം തന്നെ മാറിയിരിക്കുന്നു. അയ്യൻ്റെ പുങ്കാവനം ഒന്നാകെ ആ തിരുവാഭരണ ഘോഷയാത്രയെ വരവേക്കുന്നത്, പുങ്കാവനത്തിനുള്ളിലെല്ലാം തന്നെ ശരണമന്ത്രങ്ങൾ നിറയുന്ന ആ മനോഹരമായ കാഴ്ചകൾക്ക് അരുൺ കൊടുങ്ങൂരും ഭക്തിയിൽ അങ്ങനെ ലയിച്ച് ആറാടി നിൽക്കുകയാണ്. ഇവിടെ നിൽക്കുമ്പോൾ എല്ലാവരും ആ അന്തരീക്ഷത്തിലേക്ക് മാറും. ശരണമന്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ, മറ്റൊരു വാക്കും സന്നിധാനത്ത് കേൾക്കാനില്ല. അതിപ്പോൾ പോലീസ് അയ്യപ്പന്മാരാണെങ്കിലും ആരാണെങ്കിലും എല്ലായിടങ്ങളിലും മുഴങ്ങുന്നത് ശരണമന്ത്രങ്ങൾ മാത്രമാണ്. അങ്ങനെ ശരണമന്ത്രങ്ങൾ മാത്രം കേൾക്കുമ്പോൾ ആരായാലും ഭക്തിയിലൊന്ന് മുഴുകും. നമുക്ക് അഖിൽ പാലോട്ടുമടമുണ്ട് സന്നിധാനത്ത്. അഖിൽ, കേൾക്കാമെങ്കിൽ സന്നിധാനത്തേക്ക് എത്തുന്ന തീർത്ഥാടകരെ ഇപ്പോൾ സിവിൽ ദർശനത്തിലേക്ക് കയറ്റിവിടുകയാണ്. വലിയ നടപ്പന്തലിൽ നിന്ന് 18-ാം പടി ചവിട്ടിയെത്തുന്ന തീർത്ഥാടകരെ നേരെ വടക്കേ നടയ്ക്ക് സമീപത്തേക്ക് അവരെ മാറ്റുകയാണ്. തിരുമുറ്റം ഉൾപ്പെടെ ഇനിയിപ്പോൾ കഴുകി ശുദ്ധിയാക്കേണ്ട സമയത്തേക്ക് അടുക്കുന്നു. അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ അവിടെ പൂർത്തിയായിട്ടുണ്ടോ? ഒപ്പം 18-ാം പടി, നേരത്തെ പറഞ്ഞ പോലെ 18-ാം പടി തിരുവാഭരണം എത്തുന്നതിന് മുമ്പ് കഴുകി അലങ്കരിച്ച് വൃത്തിയാക്കുന്ന ചില പതിവ് രീതികളൊക്കെ ഉണ്ട്. അതിലേക്കൊക്കെ കടക്കേണ്ടിയിരിക്കുന്നു. അത്തരം ക്രമീകരണങ്ങളിലേക്കൊക്കെ എത്തിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് സന്നിധാനത്തെ തിരുമുറ്റത്തെ ക്രമീകരണങ്ങൾ? അഖിലിലേക്ക് എത്താം. അഖിൽ ഇപ്പോൾ തിരുമുറ്റത്താണ് നിൽക്കുന്നത്. അവിടെ നേരത്തെ പറഞ്ഞ പോലെ വലിയ തിരക്ക്, അഭൂതപൂർവമായ തിരക്ക് പലയിടങ്ങളിലും അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് കൃത്യമായി പലപ്പോഴും മൊബൈൽ നെറ്റ്വർക്കുകളും ഒപ്പം ഇത്തരം മൈക്കുകളുടെ നെറ്റ്വർക്കുമൊക്കെ പലപ്പോഴും ഇടയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് അഖിലിൻ്റെ ശബ്ദം നമുക്ക് ലഭ്യമാകാതെ. ദൃശ്യങ്ങൾ കൃത്യമായി കാണാം. അഖിൽ സന്നിധാനത്ത് തന്നെ ഉണ്ട്. സന്നിധാനം അതിമനോഹരമായി അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. അഖിൽ, കേൾക്കാമെങ്കിൽ ഭക്തജനങ്ങൾ, അതായത് 2:30 കൂടിയാണ് ഇന്ന് തിരുനട അടച്ചത്. അല്ലെങ്കിൽ എല്ലാ ദിവസവും 1 മണിക്കാണ് തിരുനട അടച്ചുകൊണ്ടിരുന്നത്. ഇന്ന് 2:30 കൂടിയാണ് തിരുനട അടച്ചത്. എന്നാലും ഇപ്പോൾ ഏറ്റവും അവസാനത്തെ പമ്പയിൽ നിന്നെത്തിയ അയ്യപ്പ ഭക്തരെയും സന്നിധാനത്തേക്ക് കടത്തിവിടുന്നുണ്ട്. അവരെ നമ്മുടെ ദർശനം കോംപ്ലക്സിനകത്ത്, അതായത് നമ്മുടെ വലിയ നടപ്പന്തൽ ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതായത് സിവിൽ കോംപ്ലക്സിനകത്ത്, അതായത് സിവിൽ ദർശനം ഒരുക്കുന്ന ആ കോംപ്ലക്സിനകത്ത് അവരെ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ അയ്യപ്പ ഭക്തരാണ് ഇപ്പോൾ കയറി വരുന്നത്. ഈ കയറി വരുന്ന അയ്യപ്പ ഭക്തരോടുകൂടി ഇപ്പോൾ അയ്യപ്പ ഭക്തരുടെ മലചവിട്ടൽ അവസാനിക്കും. അതിനുശേഷം
തിരുനട വൃത്തിയാക്കലാണ്. ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തിരുമുറ്റം വൃത്തിയാക്കി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 20ഓളം വരുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് തിരുമുറ്റം വൃത്തിയാക്കുന്നത്. കാരണം ഇനി ഭഗവാന്റെ തിരുവാഭരണത്തെ കൊണ്ടുവരേണ്ടതാണ്. ഭഗവാന്റെ തിരുവാഭരണം അത് ഭഗവാന് ചാർത്തി ആ ദർശനം നൽകുമ്പോൾ ഉണ്ടാകുന്ന ആ സായുജ്യമാണ് ഓരോ അയ്യപ്പ ഭക്തനെ സംബന്ധിച്ചിടത്തോളം കാത്തിരിക്കുന്നത്. ആ അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതെല്ലാം തന്നെ ആ തിരുവാഭരണം ചാർത്തിയുള്ള മഹായോദ്ധാവായി കാണുന്ന മണികണ്ഠസ്വാമിയെ കാണുന്നതിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അയ്യന്റെ പൂങ്കാവനത്തെ അത്രമാത്രം പവിത്രതയോടെ ഒരുക്കേണ്ടത് ഇവിടെയുള്ള ഓരോ സേനാംഗങ്ങളുടെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവരുടെ ഉപകരണങ്ങൾ കൊണ്ട് തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവിടെ സന്നിധാനം വൃത്തിയാക്കുന്നത്. 20-ലധികം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സന്നിധാനത്ത് അത്തരത്തിലൊരു ദർശനം ഒരുക്കുന്നത്. ഒരു വശത്ത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ 18ാം പടി കയറി അമ്മമാരും കുഞ്ഞുങ്ങളും ചെറിയ മാളികപ്പുറങ്ങളും മണികണ്ഠൻ സ്വാമിമാരെയും എല്ലാം ശബരിമല സന്നിധാനത്തേക്ക് എത്തിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഒരു മണികണ്ഠ സ്വാമിയെ അല്ലെങ്കിൽ ഒരു അയ്യപ്പ ഭക്തനെ കൈപിടിച്ച് മുകളിലേക്ക് എത്തിച്ച് ഇത്രയും നേരം അഹോരാത്രം പണിയെടുത്ത ഓരോ അയ്യപ്പന്മാരെയും അതിവേഗം ഭഗവാന്റെ അരികിലേക്ക് എത്തിച്ച പോലീസ് അയ്യപ്പന്മാരും അവരും മുകളിലേക്ക് വരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ശബരിമല സന്നിധാനം ഇനി തിരുവാഭരണം ചാർത്തിയുള്ള അയ്യനെ കാണാനുള്ള ആ ഭക്തിയുടെ നിറവിലേക്കാണ് പോകുന്നത്. ഇനി നിമിഷങ്ങൾ മാത്രം, ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. തിരുവാഭരണം ചാർത്തിയുള്ള ഭഗവാനെ ഒന്ന് കാണാൻ വേണ്ടി തിരുവാഭരണ പേടകം ഒരു സന്ധ്യ സമയത്തോടു കൂടി തന്നെ അത് ശ്രീകോവിലിന്റെ അരികിലേക്ക് എത്തും. സോപാനത്തിലേക്ക് എത്തുന്ന തിരുവാഭരണം കൊടിമര ചുവട്ടിൽ ദേവസ്വം ബോർഡ് മന്ത്രിയുടെ നേതൃത്വത്തിൽ, ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് അത് സ്വീകരിക്കുന്നത്. അവിടെ നിന്നും സോപാനത്തിലേക്ക് എത്തുമ്പോൾ, ശ്രീകോവിലിന്റെ അരികിലേക്ക് എത്തുമ്പോൾ അവിടെ ക്ഷേത്രതന്ത്രിയും ക്ഷേത്ര മേൽശാന്തിയും ചേർന്ന് ആ പേടകം സ്വീകരിക്കുന്നുണ്ടാകും. എന്തായാലും ശബരിമല സന്നിധാനത്തേക്ക് വലിയ ഭക്തി നിർഭരമായ നിമിഷങ്ങൾ തന്നെയാണ് കടന്നു പോകുന്നത്. നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ കാനനവാസനും കലിയുഗവരതനുമായ അയ്യപ്പസ്വാമിയെ അങ്ങ് പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന ആ മകരജ്യോതിയും കാണാനാണ് എല്ലാ അയ്യപ്പന്മാരും ഇനി ഒരേ മനസ്സോടുകൂടി, ഒരേ ചിന്തയോടുകൂടി, ഒരേ ആ മനസ്സിന്റെ ആ താളത്തോടുകൂടി കാത്തു നിൽക്കുന്നത്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളെല്ലാം തന്നെ കാണുന്നത് പോലെ തത്വമസി പൊരുളായ അയ്യപ്പസ്വാമിയുടെ അരികിൽ വലിയ ഒരു ആശയം പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ വലിയൊരു ചിന്ത പ്രചരിപ്പിക്കുന്ന ഭഗവാന്റെ മുമ്പിൽ ഇനി നാമങ്ങൾ മാത്രമാണ്, ശരണമന്ത്രങ്ങൾ മാത്രമാണ്, ശരണമന്ത്ര മുഖരിതം മാത്രമാണ് ഇനി ശബരിമല സന്നിധാനം എന്ന് പറയുന്നത്. ഭഗവാന്റെ നാമങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടാണ് ഇനി എല്ലാ അയ്യപ്പന്മാരും കാത്തിരിക്കുന്നത് പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന ആ മകരജ്യോതി കാണാൻ വേണ്ടി. കാരണം ആ മകരജ്യോതി കണ്ടു തൊഴുക എന്ന് പറയുന്നത് തന്നെ ഒരു അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം മുൻജന്മ സുഹൃതമാണ്. തിരുവാഭരണം ചാർത്തിയ ഭഗവാനെയും പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന ഈ മകരജ്യോതിയെയും മകരപ്രഭയും ഒക്കെ കാണുക എന്ന് പറയുന്നത് ഓരോ അയ്യപ്പനെയും സംബന്ധിച്ചിടത്തോളം അത്രയും അധികം ജീവിത പുണ്യം നൽകുന്ന കാര്യമാണ്. അതിൻ്റെ മുഴുവൻ സജ്ജീകരണങ്ങളുടെയും അവസാനത്തിൻ്റെ ലാപ്പിലേക്കാണ് ഇപ്പോൾ കിടക്കുന്നത്. ഏകദേശം 5000-ൽ പരം പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ മകരവിളക്കിന് ദിവസം മാത്രം സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും എല്ലാം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നത്. സന്നിധാനത്താകട്ടെ 1700-ൽ പരം പോലീസ് ഉദ്യോഗസ്ഥർ സന്നിധാനം പരിസരത്ത് തന്നെ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഏകദേശം 800ഓളം പോലീസ് ഉദ്യോഗസ്ഥർ പമ്പയിലുണ്ട്. ഏകദേശം 750ഓളം പോലീസ് ഉദ്യോഗസ്ഥർ ഈ സന്നിധാനത്തിൻ്റെ അതായത് നിലയ്ക്കലുണ്ട്. അങ്ങനെ വിവിധങ്ങളായ ബോംബ് സ്ക്വാഡിൻ്റെയും അതുപോലെ തന്നെ മറ്റു വിവിധ വകുപ്പുകളുടെയും ഒക്കെയുള്ള അവസാനഘട്ട ഈ പരിശോധനകൾ പൂർത്തീകരിക്കുന്നുണ്ട്. എന്തായാലും സന്നിധാനവും പരിസരവും ഒക്കെ അതീവ ജാഗ്രതയോടുകൂടി അതീവ സുരക്ഷകളോടെ തന്നെയാണ് പോകുന്നത്. എന്തായാലും ശബരിമല സന്നിധാനം വലിയ ഭക്തി നിർഭരമായ നിമിഷത്തിലേക്ക് പോകുന്നു, ഭക്തിസാന്ദ്രമായ നിമിഷത്തിലേക്ക് പോകുന്നുണ്ട്. സന്നിധാനം അജിത് സാറിനോട് നമുക്ക് ചോദിക്കാം. സാറേ, ഏറ്റവും ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കിയാണ് മകരവിളക്കിന്. എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഓക്കെ, എല്ലാ ക്രമീകരണങ്ങളും ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫൈനൽ ഈ തിരുമുറ്റത്തുള്ള പാസ് കിട്ടിയവരുടെ അവരുടെ എൻട്രിയും അത് ബാക്കിയുള്ള സജ്ജീകരണങ്ങളും മാത്രമേ ഉള്ളൂ. റൂട്ടെല്ലാം ക്ലിയർ ആണ്. അത് ബാക്കി അയ്യപ്പന്മാരെ നടപ്പന്തലിൽ മിച്ചം വന്ന ആൾക്കാരെ, ക്യൂവിൽ നിന്ന ആൾക്കാരെ, ഇനിയുള്ളവരെ അവിടെ തന്നെ ഇരുത്തി അവരിനി അത് തിരുവാഭരണം പോയതിന് ശേഷം അവർ ദർശനത്തിനുള്ള സൗകര്യം ഉണ്ടാകും. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ നടയടച്ചതിന് ശേഷം 2:30-ക്ക് ശേഷം അയ്യപ്പന്മാരും പടിചവിട്ടി വന്നായിരുന്നു. അവരെ നമ്മൾ എല്ലാ പ്രാവശ്യവും ചെയ്യുന്നത് പോലെ അവിടെ ദർശൻ കോംപ്ലക്സിൽ വെയിറ്റ് ചെയ്യിപ്പിക്കും. അവരെ ഇതിന് ശേഷം ആ ആദ്യത്തെ റഷ് കഴിഞ്ഞിട്ട് അവർക്ക് ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കും. ഏതെങ്കിലും തരത്തിൽ VIP-കൾ ഉണ്ടോ ഈ ദർശനത്തിന്?
അത് മിനിസ്റ്ററൊക്കെ ഉണ്ട്, ദേവസ്വം മിനിസ്റ്ററൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നീട് ബാക്കി MLA-മാരൊക്കെ ഉണ്ട്, MP-മാരുണ്ട്. അപ്പോൾ അതിൻ്റെ വിശിഷ്ടാതിഥികൾ മറ്റൊരുപാട് ഉദ്യോഗസ്ഥരും ഒക്കെ ഉണ്ട്. പൂർണ്ണമായി സജ്ജമായി കഴിഞ്ഞു. ആയിക്കഴിഞ്ഞു. ഓക്കെ. അജിത് കുമാർ സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ പൂർണ്ണമായ സജ്ജമായി നിൽക്കുകയാണ്. ഇനി അവസാന ലാപ്പിലേക്കാണ്. സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും അവസാനമെത്തിയ അയ്യപ്പനും ഭഗവാനെ കാണാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് ഇനി ഉള്ള നിമിഷങ്ങളിൽ എന്ന് പറയുന്നത്. എന്തായാലും ശബരിമല സന്നിധാനം ഭക്തിയുടെ പരകോടിയിലാണ് എത്തി നിൽക്കുന്നത്. ഉമേഷ്, അഖില്, തിരുമുറ്റം ഏറെക്കുറെ തീർത്ഥാടകരെ ഒഴിഞ്ഞിട്ടുണ്ട്. അല്പസമയം മുൻപ് അരുൺ കൊടുങ്ങൂരുമായൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ അഭൂതപൂർവമായ തിരക്ക് മുൻ വർഷങ്ങളിൽ വ്യത്യസ്തമായി സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് തീർത്ഥാടകരെ നടയടച്ചിരിക്കുമ്പോഴും 18-ാം പടി ചവിട്ടി ആ തിരക്ക് വലിയ നടപ്പന്തലെ നിയന്ത്രിക്കുക എന്ന തരത്തിലേക്ക് വന്നു. ഇപ്പോൾ എന്തായാലും 18-ാം പടിയും തിരുമുറ്റുമൊക്കെ ഏറെക്കുറെ ഭക്തരൊഴിഞ്ഞ് ശൂന്യമായ രീതിയിലേക്ക് മാറുന്നു. ഇനിയിപ്പോൾ ക്രമീകരണങ്ങളുടെ ആളുകൾ മാത്രമാണ് അവിടേക്ക് ഉള്ളത്. തിരുമുറ്റം നേരത്തെ അഖിൽ സൂചിപ്പിച്ച പോലെ കഴുകി ശുചിയാക്കുന്നു. ഇനിയിപ്പോൾ 18-ാം പടിയും അത്തരം ശുചീകരണത്തിലേക്കൊക്കെ കടക്കും. ഇപ്പോൾ ആരൊക്കെയാണ് സന്നിധാനത്ത്? ഇപ്പോൾ നേരത്തെ സന്നിധാനം SO അജിത് സാറിനെ കണ്ടിരുന്നു. അപ്പം മറ്റാരൊക്കെയാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി അത്തരം വിലയിരുത്തലുകൾക്കുള്ള ദേവസ്വം ബോർഡ് അധ്യക്ഷൻ ഉൾപ്പെടെ ആളുകൾ സന്നിധാനത്ത് ഇപ്പോൾ ഉണ്ടോ? ഉമേഷ്, നിലവിൽ എന്തായാലും ഇപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾ സന്നിധാനം SOയുടെ നേതൃത്വത്തിൽ തന്നെയാണ് വിലയിരുത്തുന്നത്. അല്പസമയത്തിനകം ADGP ആയിട്ടുള്ള ശ്രീജിത് കുമാർ IPS-ഉം സ്ഥലത്തേക്ക് എത്താൻ സാധ്യതയുണ്ട്. എന്തായാലും ശബരിമല സന്നിധാനത്ത് സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ശക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ശബരിമല ശ്രീകോവിലിനരികിലും മുഴുവനായി തിരുമുറ്റം മുഴുവനായി ഇപ്പോൾ വൃത്തിയാക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവർ അയ്യപ്പൻ്റെ ഈ പുണ്യ ഭൂമി അവർ വൃത്തിയാക്കുകയാണ്. ഇനി ആ തിരുവാഭരണ പേടകം വരുമ്പോൾ അത് പുണ്യമായ ഭൂമിയിലൂടെ നടന്ന് ശുദ്ധമായ സ്ഥലത്തൂടെ നടന്ന് പോവുക എന്നുള്ള ദൃശ്യത്തോടു കൂടി തന്നെയാണ് അവർ അത്തരത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവിടം പരിസരം വൃത്തിയാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഏറ്റവും അവസാനത്തെ ക്രമീകരണങ്ങൾ നടത്തുന്നുണ്ട്. അതായത് ഇനി പാസ്സുള്ള ആൾക്കാരെ മാത്രമായിരിക്കും സന്നിധാനത്തേക്ക് കടത്തിവിടുക, അല്ലാത്ത ആൾക്കാരെ ഒന്നും കടത്തിവിടില്ല എന്നതാണ് SO നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും സുരക്ഷാ ക്രമീകരണങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ശരണമന്ത്രങ്ങൾ മുഖരിതമായ ക്ഷേത്രത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ശരണമന്ത്ര മുഖരിതമായി മാറുന്നുണ്ട്. സന്നിധാനം മുഴുവൻ ഈ ഭാഗമായി മാറുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ തന്നെ ഭക്തജനങ്ങളില്ല, പക്ഷേ എല്ലാ കണ്ണുകളും ഭക്തന്മാരുടെ മനസ്സും എല്ലാം തന്നെ അയ്യൻ്റെ മനസ്സിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ശബരിമല സന്നിധാനം ഇപ്പോൾ ഒരു ശാന്തതയോടെ, അതായത് ഭക്തജന തിരക്കില്ലാത്തൊരു ശാന്തതയോടുകൂടി, എന്നാൽ ഈ പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന മകരജ്യോതി അത് എല്ലാ ഭക്തരിലേക്കും എത്തിക്കാനുള്ള ക്രമീകരണങ്ങളുടെ ഏറ്റവും അവസാനത്തെ ലാപ്പിലെ ചിത്രങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഉമേഷ്.